ഹലോ എവരി വൺ. ഇന്ന് CBSE ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 1 പാറ്റേൺസ് ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് മാത്തമാറ്റിക്സ്? മാത്തമാറ്റിക്സ് ഈസ് ഇൻ ലാർജ് പാർട്ട് ദ സെർച്ച് ഫോർ പാറ്റേൺസ് ആൻഡ് ഫോർ ദ എക്സ്പ്ലനേഷൻസ് ആസ് ടു വൈ ദോസ് പാറ്റേൺസ് എക്സിസ്റ്റ്. ആൻഡ് സച്ച് പാറ്റേൺസ് indeed exist all around us in nature, in our homes and schools, and in the motion of the sun, moon, and stars. They occur in everything that we do and see, from the shopping and cooking to throwing a ball and playing game to understanding weather pattern and using technology. മാത്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് തരം പാറ്റേൺസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്പർ പാറ്റേൺസ് ആയാലും ഷേപ്സിൻ്റെ പാറ്റേൺ ആയാലും അങ്ങനെ പലതരം പാറ്റേൺസ് മാത്സിലുണ്ട്. അപ്പോൾ അത് മാത്സിലുണ്ട് എന്ന് പറഞ്ഞാൽ മാത്സിനകത്ത് മാത്രമല്ല, അത് നമുക്ക് നമ്മുടെ നേച്ചറിൽ കാണാൻ സാധിക്കും. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ കാണാൻ സാധിക്കും, നമ്മുടെ സ്കൂളിൽ കാണാൻ സാധിക്കും. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കുന്നത് നമ്പർ പാറ്റേൺസും അതുപോലെ ഷേപ്സിൻ്റെ പാറ്റേൺസിനെ കുറിച്ചാണ്. And the first question, can you think of other examples where mathematics helps us in our everyday lives എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. The understanding of pattern in motion of star, planets and their satellites led humankind to develop the theory of gravitation, allowing us to launch our own satellite and send rocket to the moon and to Mars. Similarly, understanding pattern in genomes has helped in diagnosing and curing diseases among thousands of other such examples. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് നമ്മുടെ എവറിഡേ ലൈഫ്സിൽ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും എക്സാമ്പിൾസ് പറയാൻ സാധിക്കുമോ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ബഡ്ജറ്റിംഗ് ആൻഡ് ഷോപ്പിംഗ്. We use maths to manage our money. Maths is useful for calculating discount, comparing prices or tracking expenses. ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും എന്തിനെങ്കിലും ഡിസ്കൗണ്ട് 50% ഡിസ്കൗണ്ട് അല്ലെങ്കിൽ 25% ഡിസ്കൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എത്ര രൂപ നമ്മളിനി അവിടെ കൊടുക്കേണ്ടി വരും എന്നൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മാത്സ് അറിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. അത് ആൻഡ് കുക്കിംഗ് ആൻഡ് ബേക്കിംഗ്. Recipes often require measurements, proportions and timing. ഇപ്പോൾ വീട്ടിൽ നിങ്ങളുടെ അമ്മ കുക്ക് ചെയ്യുമ്പോൾ വെറുതെ കുറേ പൊടികൾ വാരി അങ്ങനെ ഇട്ട് വെച്ചാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവും. ആ പൊടികളും കറക്റ്റ് അളവിൽ ഇട്ട് ആ ഒരു കറക്റ്റ് ടൈമിങ് അല്ലേ, കൂടുതൽ നേരം ഇട്ട് കുക്ക് ചെയ്താൽ അത് കരിഞ്ഞു പോവും. കറക്റ്റ് ടൈമിങ്ങിൽ ചെയ്തെങ്കിൽ മാത്രമേ ടേസ്റ്റി ഫുഡ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ കുക്കിങ്ങിൻ്റെ പിറകിലും ഒരു മാത്സ് ഉണ്ട്. നെക്സ്റ്റ് വൺ, ടൈം മാനേജ്മെൻറ്റ്. We use maths to plan our schedule, calculate travel time, estimate how long task will take. രാവിലെ തന്നെ നിങ്ങൾ സ്കൂളിൽ പോകുന്നു. സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 9 o'clock നിങ്ങൾ ഏത് സമയത്ത് ഉണർന്ന് എപ്പോൾ റെഡിയായി എപ്പോൾ ഇറങ്ങിയാൽ ബെല്ലടിക്കുന്നതിന് മുമ്പ് സ്കൂളിലെത്താം എന്നൊരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് വേണ്ടേ? ആ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തറിഞ്ഞിരിക്കണം? മാത്സ് അറിഞ്ഞിരിക്കണം, ടൈം നോക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്ക് പിന്നിലും എന്തുണ്ട്? ഒരു മാത്സ് ഉണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും മാത്സിനെ പേടിയാണ്, മാത്സ് ഇഷ്ടമല്ല എന്ന് പറയാതെ എനിക്കിഷ്ടമാണ് മാത്സ്, ഞാൻ മാത്സ് പഠിക്കും എന്ന് പറഞ്ഞ് തന്നെ നിങ്ങൾ പോകണം. സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, ഹൗ ഹാസ് മാത്തമാറ്റിക്സ് ഹെൽപ്ഡ് പ്രൊപ്പൽ ഹ്യൂമാനിറ്റി ഫോർവേഡ്? ഹ്യൂമൻ പ്രോഗ്രസ് പുഷ് ചെയ്യാനായിട്ട് മാത്തമാറ്റിക്സ് എന്തെങ്കിലും സംഭാവനകൾ ചെയ്തിട്ടുണ്ടോ? അതിന് എങ്ങനെയാണ് മാത്സ് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ അതിൻ്റെ ആൻസറാണ് മാത്തമാറ്റിക്സ് ഈസ് എവരിവെയർ. മാത്തമാറ്റിക്സ് ഹാസ് പ്രൊപ്പൽഡ് ഹ്യൂമാനിറ്റി ബൈ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇറാഡിക്കേഷൻ ഓഫ് ഡിസീസസ് ആൻഡ് ഇൻക്രീസ് ഇൻ ലിവിങ് സ്റ്റാൻഡേർഡ്. ഇപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റിനായാലും നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യുന്നതിനായാലും, അതായത് ടെക്നോളജി ഇൻക്രീസ് ചെയ്യുന്നു. നമ്മുടെ ടെക്നോളജിയിൽ ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നത് നമ്മുടെ ഹ്യൂമൻ പ്രോഗ്രസ്സിന് വളരെ വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ മാത്സിൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ട്. പാറ്റേൺസ് ഇൻ നമ്പേഴ്സ്. എമംഗ് ദ മോസ്റ്റ് ബേസിക് പാറ്റേൺസ് ദാറ്റ് ഒക്കർ ഇൻ മാത്തമാറ്റിക്സ് ആർ പാറ്റേൺസ് ഓഫ് നമ്പേഴ്സ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാറ്റേൺ എന്ന് പറയുന്നത് നമ്പേഴ്സാണ്.
അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് കൗണ്ടിങ് നമ്പേഴ്സാണ്. 1 2 3 4 എക്സെട്ര അല്ലേ. നമ്മളടുത്ത് എന്തെങ്കിലും ഒരെണ്ണം കൗണ്ട് ചെയ്യാൻ പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താ 1 2 3 4 എക്സെട്ര എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ കൗണ്ടിങ് നമ്പേഴ്സിനോടൊപ്പം ഒരു സീറോയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അതെന്തായി മാറുന്നത്, ദ സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്. ദാറ്റ് ഈസ് 0 1 2 3 4 എക്സെട്ര ആർ ദ സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്. ആൻഡ് ദ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ദാറ്റ് സ്റ്റഡീസ് പാറ്റേൺ ഇൻ ഹോൾ നമ്പർ ഈസ് കോൾഡ് നമ്പർ തിയറി. ഹോൾ നമ്പേഴ്സിൽ പാറ്റേൺസിനെ കുറിച്ച് പഠിക്കുന്ന മാത്തമാറ്റിക്സിൻ്റെ ബ്രാഞ്ചാണ് നമ്പർ തിയറി. And the number sequences are the most basic and among the most fascinating type of patterns that mathematicians study. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് നമ്പർ സീക്വൻസസുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ ടേബിളിലുള്ള നമ്പേഴ്സും ആ നമ്പേഴ്സിൻ്റെ സീക്വൻസിൻ്റെ നെയിംസും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ഒരു നമ്പർ സീക്വൻസ് പറയുമ്പോൾ ആ നമ്പേഴ്സ് ഓർമ്മ വരണം. ഒരു നമ്പേഴ്സ് കാണുമ്പോൾ അത് ഏത് സീക്വൻസ് ആണെന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കണം. സോ യു നീഡ് ടു സ്റ്റഡി ദാറ്റ് ടേബിൾ 1. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഗർ ഇറ്റ് ഔട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ യു റെക്കഗ്നൈസ് ദ പാറ്റേൺ ഇൻ ഈച്ച് ഓഫ് ദീസ് സീക്വൻസ് ഇൻ ടേബിൾ 1? അപ്പോൾ ആ ടേബിൾ 1 കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് വന്നിരിക്കുന്ന ആ ഒരു പാറ്റേൺ, ഒരു നമ്പറിന് ശേഷം അടുത്ത നമ്പർ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് 1 1 1 1 ദാറ്റ് ഈസ് ഓൾ വൺസ്, സീക്വൻസ് ഓഫ് ഓൾ വൺസ് ആണ്. അതിന് പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. വി നീഡ് ടു റൈറ്റ് 1 എന്ന് പറയുന്ന നമ്പർ റിപ്പീറ്റ് ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ കൗണ്ടിങ് നമ്പേഴ്സ് 1 2 3 4 എക്സെട്ര ആർ ദ കൗണ്ടിങ് നമ്പേഴ്സ്. ദ സീക്വൻസ് ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1. അവിടെ എങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് നമ്പർ കിട്ടുന്നത്? We need to add 1 to the previous number. ഒരു നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് അടുത്ത സീക്വൻസ് ഓഫ് നമ്പേഴ്സ് കിട്ടുന്നത്. Then the next set of numbers is 1 3 5 7 9 11 13. That is the set of odd numbers. A sequence of consecutive odd numbers starting from 1. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ we need to add 2 to each number. 1ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 3 കിട്ടുന്നത്. 3 + 2 is 5. അങ്ങനെയാണ് നമുക്ക് ഓരോ നമ്പറും കിട്ടുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് ഈവൻ നമ്പേഴ്സ് 2 4 6 8 10 12 14 എക്സെട്ര. എ സീക്വൻസ് ഓഫ് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 2. ആൻഡ് ഹിയർ ഓൾസോ വി ഗെറ്റ് ദ സീക്വൻസ് ബൈ ആഡിങ് 2 ടു ദ പ്രീവിയസ് നമ്പർ. ഓരോ നമ്പറിൻ്റെ കൂടെയും 2 ആഡ് ചെയ്യുമ്പോഴാണ് അടുത്തടുത്ത നമ്പർ നമുക്ക് കിട്ടുന്നത്. ദ നെക്സ്റ്റ് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആർ 1 3 6 10 15 21 etc. That is called the triangular numbers. In the sequence, each term is the sum of first n consecutive counting numbers. That is, the first number is 1, then 1 plus 2 is 3, plus 3 is 6, and that plus 4 is 10, plus 5 is 15. The next one are the square numbers 1 4 9 16 25 36 49 etc. Each term is the product of counting number by itself. That is, 1 can be written as 1 into 1, and 4 can be written as 2 into 2, and 9 3 into 3, like that. We need to multiply each counting number by itself. That is the pattern in square number. And for cube number, we need to multiply 1 3 times. 1 into 1 into 1. Then 2 into 2 into 2, we get 8. 3 into 3 into 3, we get 27. Like that. 4 into 4 into 4, we get 64. അങ്ങനെയാണ് ആ സീക്വൻസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. Then the last one is Viranga numbers 1 2 3 5 8 13 21 etc. ആ സീക്വൻസ് കിട്ടുന്നത് ഫസ്റ്റ് നമ്പർ ഈസ് 1, then 1 plus 1 is 2. Now we need to add 2 and 1 to get the next number 3. Now add 3 and 2 to get the next number 5. Now 5 plus 3 is 8, 8 plus 5 is 13. Like that it continues.